വനിതാ CPO ഉദ്യോഗാർത്ഥികളും സമരം കടുപ്പിക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. ഇന്ന് കല്ലുപ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രതിഷേധിക്കും. ഇന്നലെ ശയന പ്രദർശനം നടത്തിയാണ് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് തുടരുന്നുണ്ട് അവിടെ നിന്ന്. പ്രശാന്ത്, ഒരു വശത്ത് ആശാ പ്രവർത്തകരാണെങ്കിൽ മറുവശത്ത് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ വലിയ രീതിയിലുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. വായ മൂടി കെട്ടിയെല്ലാം അവർ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ശയന പ്രദർശനം ചെയ്തു. ഇന്ന് കല്ലുപ്പിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. വളരെ ഒരു പരിതാപകരമായ അവസ്ഥ എന്നല്ലാതെ ഇതിനെ പറയാൻ സാധിക്കില്ല. കാരണം 30% പോലും നിയമനങ്ങൾ നടത്തിയിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം അവർ നമ്മോട് പ്രതികരിച്ചതാണ്. ഈ ഒരു ഘട്ടത്തിൽ വനിതാപക്ഷ അല്ലെങ്കിൽ സ്ത്രീപക്ഷ സർക്കാരാണ് എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാരിന് എന്ത് പറ്റി എന്ന ചോദ്യം കൃത്യമായി ഇവിടെ ചോദിക്കാമല്ലോ. തീർച്ചയായും അത് വലിയ ചോദ്യം കൂടി തന്നെയാണ്, ചോദ്യചിഹ്നമായി തുടരുകയും കൂടിയാണ്. കാരണം ഇത്രയും സ്ത്രീപക്ഷ സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം പറയുന്ന പിണറായി വിജയൻ, നമുക്കറിയാം നന്മ വർത്താനം പറയുന്നവരാണ് ഇവരെല്ലാവരും. പല നന്മകൾ നടത്തുന്നത് അല്ലെങ്കിൽ നന്മകൾ ചെയ്യുന്നതെല്ലാം ഇവരിലൂടെയാണെന്നെല്ലാം അഭിപ്രായപ്പെടുന്നവരാണ്. അത്തരത്തിലുള്ള സർക്കാർ ഭരിക്കുമ്പോഴാണ് ഇങ്ങനെ വനിതകളും സ്ത്രീകളും എല്ലാം ഇവിടെ തെരുവിൽ സ്വന്തം അവകാശങ്ങൾ നേടിയെടുക്കുവാൻ അലയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ വനിതാ CPO ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ സമരമിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി സമരമിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ശയനപ്രദർശനം നടത്തി ഈ തെരുവിൽ ശയനപ്രദർശനം നടത്തി പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം കൂടി അവർക്ക് വന്നു ചേർന്നു. ഇന്ന് ഈ ഒരിക്കൽ കൂടി സമരം കടുപ്പിക്കുകയാണ്. അത് ഉപ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് സമരം കടുപ്പിക്കാനാണ് ഒരുങ്ങുന്നത്. അതായത് PSC പുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് ഉപ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് സമരം കടുപ്പിക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ ഇന്ന് നടത്തുന്നത് ആ സമരം. കാരണം എങ്ങനെയെങ്കിലും തങ്ങളോട് അധികൃതർ കരുണ കാണിക്കണം, കണ്ണു തുറക്കണമെന്ന് തന്നെയാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരം തുടരുന്നത്. വീണ്ടും ഇത്തരത്തിൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഈ നടപടികൾ അതിൽ കണ്ണു തുറക്കണമെന്നൊരു അഭിപ്രായം തന്നെയാണ് അവർ പറയുന്നത്. ശക്തമായ സമരം നടക്കും. രാവിലെ 10:30 ഈ സമരം സംഘടിപ്പിക്കുന്നത്. സംസാരിക്കാൻ പറ്റില്ലേ? ഇന്നും സമരം കടുപ്പിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഇവിടെ സമരമെങ്കിൽ ഇന്ന് ഉപ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് വീണ്ടും പ്രതിഷേധിക്കുകയാണ്. PSC പുസ്തകമൊക്കെ എന്തി. എങ്ങനെയാണ് സമരത്തിൻ്റെ ഒരു അവസ്ഥ? അതോ നിങ്ങളുടെ അവസ്ഥ? ഞങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. എങ്ങനെയെങ്കിലും ഒന്ന് നമ്മൾ ശ്രദ്ധിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഉപ്പിൽ മുട്ടിൽ നിൽക്കാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്തോരം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളാണെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും ആകെ ടയേർഡാണ്. നിരാഹാരം കെടുക്കുന്നവർ മാത്രമല്ല, എല്ലാവരും മെൻ്റലി ഡിപ്രസ്ഡാണ്. എല്ലാവരും മര്യാദയ്ക്ക് ഭക്ഷണം ഇല്ല, പിന്നെ ഈ ചൂട് മഴ എല്ലാത്തിലും പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് ഇല്ല, എല്ലാവരും ഡൗണാണ്. എന്നിട്ട് പോലും ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു രീതിയിലേക്ക് പോകുന്നത്. നമ്മളെ ഇത്രയും ദിവസം നമ്മളിവിടെ ഇങ്ങനെ കിടന്നിട്ടും രാത്രിയും പകലും മഴയെല്ലാം കൊണ്ട് കിടന്നിട്ടും നമ്മളാരും ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഒരു ചർച്ചയ്ക്ക് പോലും ആരും തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണ് ഈ സമരം എങ്ങനെയാണ് നിങ്ങൾ പ്രതിഷേധിക്കാൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് 19-ാം തീയതി വരെ നമുക്ക് സമയമുള്ളൂ. അത് ഇന്നത്തെ സമരം, ഇന്ന് ഈ ഉപ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ടുള്ള സമരം, ഇന്ന് ഉപ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ടാണ് പ്രതിഷേധിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിലും നമ്മളൊന്നും കാണട്ടെ എന്ന് വെച്ചിട്ട്. 2024 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചെന്ന് മനസ്സിലാക്കുന്നു. ഇത്രയും സമയം ഇങ്ങനെ വൈകിയും ചെയ്ത് വൈകിയ വേളയിൽ തന്നെ വന്ന് പ്രതിഷേധിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രതിഷേധം ഫലം കാണുമെന്ന് കരുതുന്നുണ്ടോ? എന്താണ് ഫലം കാണുമെന്ന് തന്നെയാണ് വിശ്വാസം. നമ്മൾ ഇത്രയും നാളായിട്ട് നമ്മൾ കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. ഒരു ചെറിയ പാർട്ടി മെമ്പർ തൊട്ട് സെക്രട്ടേറിയറ്റിലെല്ലാവിടെയും നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തെങ്കിലും. കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്രയും നിയമനം നടന്ന റാങ്ക് ലിസ്റ്റാണ്. കഴിഞ്ഞ വർഷം 800-ന് മേലെ നിയമനം പോയതാണ്. അതിൻ്റെ മുന്നത്തെ വർഷം 700-ന് മേലെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പകുതിയെങ്കിലും നമുക്ക് കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഇത്രയും നാളിരുന്നായിരുന്നത്. പക്ഷെ അവസാനമായിട്ട് നമുക്കൊന്നും ഇല്ലയെന്ന് കണ്ടപ്പോഴാണ് അവരിങ്ങനെ പറയും മാർച്ച് മാസത്തിൽ അസസ്മെൻ്റ് ഉണ്ട്, അത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള വേക്കൻസി വരും എന്ന് പറഞ്ഞു. പക്ഷേ മാർച്ച് മാസത്തിൽ അസസ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് വന്നത് ആകെ 19 വേക്കൻസിയാണ്. ഇത്രയും പേരുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് 19 പേർക്കാണ് അഡ്വൈസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തീരെ ഒരു മാർഗ്ഗമില്ലാത്തപ്പോഴാണ് നമ്മളിങ്ങനെ